നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരേ നാരായണായ നമ. യാതൊന്നു കണ്ടതതു നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതതു നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്വതതു നാരായണാർച്ചനകൾ, യാതൊന്നതൊക്കെ ഹരേ നാരായണായ നമ. നാരായണായ നമ നാരായണായ നമ ഹരിനാമ കീർത്തനം പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാർ എഴുതിയ വ്യാഖ്യാനത്തിൻ്റെ ഓഡിയോ ബുക്ക് നമുക്ക് തുടർന്ന് കേൾക്കാം. സമ്പൂർണമായ ആത്മസമർപ്പണവും കർമ്മസാഫല്യവും വരാൻ എന്താണ് ഉപായം? അത് സ്പഷ്ടമാണല്ലോ. ജഗത്ത് മുഴുവൻ ഒരേ ഈശ്വരൻ്റെ ശക്തിപ്രകടനമാണെന്നല്ലേ ശാസ്ത്രം കണ്ടെത്തിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ പലത് കണ്ട് ഭ്രമിക്കുന്ന മനസ്സിനെ നാം ഒന്നെന്നു കാട്ടി അദ്വൈതം അഭ്യസിപ്പിക്കണം. അദ്വൈതം മനസ്സിനെ അഭ്യസിപ്പിച്ചുകൊണ്ട് കർമ്മം തുടർന്നാൽ ആ കർമ്മം ഈശ്വരാർപ്പണ ബുദ്ധി വളർത്തി ആത്മപ്രസാദത്തിന് ഹേതുവായി ഭവിക്കും. ഇവിടെ ഭക്തിയും ജ്ഞാനവും കൈകോർത്തു പിടിച്ച് ജീവിത സാഫല്യം നേടിത്തരും. അങ്ങനെയുള്ള അദ്വൈതം എങ്ങനെ അഭ്യസിക്കണമെന്നാണ് ആചാര്യൻ അടുത്ത പദ്യത്തിൽ വിവരിക്കുന്നത്. യാതൊന്നു കാൺമതത് നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതത് നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്വതത് നാരായണാർച്ചനകൾ, യാതൊന്നതൊക്കെ ഹരി നാരായണായ നമഃ. 55-ാം പദ്യം. യാതൊന്നു കാൺമതത്, ഈ ലോകത്ത് എന്തൊക്കെയാണോ കാണപ്പെടുന്നത് അതൊക്കെ നാരായണ പ്രതിമ, നാരായണൻ്റെ പ്രതിരൂപമാണ്. യാതൊന്നു കേൾപ്പതത്, നാരായണ ശ്രുതികൾ, എന്തൊക്കെയാണോ കേൾക്കപ്പെടുന്നത് അതൊക്കെ നാരായണൻ്റെ നാമസങ്കീർത്തനങ്ങൾ. യാതൊന്നു ചെയ്വതത് നാരായണാർച്ചനകൾ, എന്തൊക്കെയാണോ ചെയ്യപ്പെടുന്നത് അതൊക്കെ നാരായണ പൂജകൾ. യാതൊന്നതൊക്കെ, എന്തിനേറെ ഇവിടെ എന്തെന്തൊക്കെയുണ്ടോ അതൊക്കെ നാരായണമയം. ഹരിനാരായണായ നമഃ, ഹരിനാരായണന് നമസ്കാരം. ഈ ലോകത്ത് എന്തൊക്കെ കാണപ്പെടുന്നുവോ അതൊക്കെ നാരായണൻ്റെ പ്രതിരൂപമാണ്. എന്തൊക്കെ കേൾക്കപ്പെടുന്നുവോ അതൊക്കെ നാരായണൻ്റെ നാമകീർത്തനങ്ങൾ. എന്തൊക്കെ ചെയ്യപ്പെടുന്നുവോ അതൊക്കെ നാരായണൻ്റെ പൂജകൾ. എന്തിനേറെ ഇവിടെ എന്തൊക്കെയുണ്ടോ അതൊക്കെ നാരായണമയം. ഹരിനാരായണന് നമസ്കാരം. അദ്വൈത അഭ്യാസം. അദ്വൈത അഭ്യാസം കൊണ്ടേ പൂർണ്ണമായും ആത്മാവ് തെളിഞ്ഞു കിട്ടൂ. ഭക്തിയുടെ പരമാചാര്യനായ നാരദൻ ഭാഗവതം 7-ാം സ്കന്ധത്തിൻ്റെ അവസാന ഭാഗത്ത് ധർമ്മപുത്രരോട് 3 വിധം അദ്വൈതം പരിശീലിക്കുവാൻ ആവശ്യപ്പെടുന്നു. ഭാവാദ്വൈതം,
ക്രിയാദ്വൈതം, ദ്രവ്യാദ്വൈതം ഇവയാണ് 3 വിധം അദ്വൈതങ്ങൾ. പ്രപഞ്ചത്തിൻ്റെ കാരണം അഖണ്ഡബോധസ്വരൂപനായ പരമാത്മാവാണല്ലോ. കാരണത്തിൽ നിന്നും ഉണ്ടായ കാര്യങ്ങൾ അതിൽ നിന്നും ഭിന്നങ്ങളാകാൻ പറ്റുകയില്ല. സ്വർണത്തിൽ രൂപം കൊള്ളുന്ന ആഭരണങ്ങൾ സ്വർണം തന്നെയാണല്ലോ. കാരണത്തിലില്ലാത്ത കാര്യം ഒരിക്കലും ഒരിടത്തും സംഭവിക്കുന്നില്ല. അപ്പോൾ സ്വർണത്തിലും ആഭരണത്തിലും വസ്തു സ്വർണം തന്നെയാണ്. അതുപോലെ പ്രപഞ്ചകാരണമായ പരമാത്മാവിലും കാര്യമായ പ്രപഞ്ചത്തിലും വസ്തു പരമാത്മാവ് തന്നെ. കാര്യകാരണങ്ങളിലെ വസ്തുഐക്യം വിചാരം ചെയ്തറിഞ്ഞ് കാണപ്പെടുന്ന സകലത്തിലും പരമാത്മാവിനെ കാണാൻ മനസ്സിനെ പ്രേരിപ്പിക്കുന്നതാണ് ഭാവാദ്വൈതം. ഇവിടെയും പരമാത്മാവിനെ ദർശിച്ച് മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ശരീരം കൊണ്ടും ചെയ്യുന്ന എല്ലാ ക്രിയകളും ആ പരമാത്മാവിൻ്റെ അർച്ചനയെന്ന് കരുതി അവിടെ സമർപ്പിക്കുന്നതാണ് ക്രിയാദ്വൈതം. സ്വന്തം സ്വാർത്ഥകാമങ്ങൾ പോലെയാണ് മറ്റുള്ളവരുടെയും സ്വാർത്ഥകാമങ്ങളെന്ന് കണ്ട് ലോകവ്യവഹാരത്തിൽ മനസ്സിനെ ആത്മതുല്യത്വം പഠിപ്പിക്കുന്നതാണ് ദ്രവ്യാദ്വൈതം. ഒരിക്കൽ കൂടി വായിക്കാം. സ്വന്തം സ്വാർത്ഥകാമങ്ങൾ പോലെയാണ് മറ്റുള്ളവരുടെയും സ്വാർത്ഥകാമങ്ങളെന്ന് കണ്ട് ലോകവ്യവഹാരത്തിൽ മനസ്സിനെ ആത്മതുല്യത്വം പഠിപ്പിക്കുന്നതാണ് ദ്രവ്യാദ്വൈതം. ഈ വിധമുള്ള ത്രിവിധ അദ്വൈത പരിശീലനം ചിത്തത്തെ അതിവേഗം ശുദ്ധീകരിച്ച് സർവം ബ്രഹ്മമയം എന്ന അദ്വൈത സാക്ഷാത്കാരത്തിൽ സാധകനെ കൊണ്ടെത്തിക്കും. അദ്വൈത അഭ്യാസ വിധമാണ് ആചാര്യൻ പ്രസ്തുത ശ്ലോകത്തിൽ വിവരിച്ചിരിക്കുന്നത്. അദ്വൈതമാണ് വസ്തുസ്ഥിതി എങ്കിൽ വിഷ്ണുവിനും ശിവനും മറ്റും രൂപം കൽപ്പന ചെയ്തിരിക്കുന്നത് എന്തിനാണ്? ഈ ചോദ്യത്തിനുത്തരമാണ് അടുത്ത പദ്യം. സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരേ നാരായണ